നമുക്ക് ഈ ഫോയിൽ കൊണ്ടുള്ള ഡിസൈൻ അതെങ്ങനെ നമുക്കൊരു ചുമരിലോ അതല്ലെങ്കിൽ ലെറ്ററുകളിലൊക്കെ നമുക്ക് എങ്ങനെ പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഫർണിച്ചറിൻ്റെ വുഡ് കാർവിങ്ങിലൊക്കെ എങ്ങനെ കൊടുക്കാം എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഈ ഒരു സ്റ്റാറിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ക്ലിയറാണ്, അതായത് സ്ലീക്ക് ക്ലിയർ. അതാണ് ഇപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. പി യുവിൻ്റെ വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പി യുവിൻ്റെ ക്ലിയറുകൾ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഡിസൈനിൽ നമുക്ക് മാസ്കിൻ ടാപ്പൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കിയിട്ട് കറക്റ്റാക്കി വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു പൊടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് സാമ്പിൾ ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്ലീക്ക് അടിച്ച് അത് കുറച്ച് സമയം ഒന്ന് നമുക്ക് ഡ്രൈ ആവുന്ന ഒരു ടൈം നോക്കിയാൽ മതി. അധികം ഡ്രൈ ആവാതെ എന്നാൽ ഒലിച്ചിറങ്ങാത്ത രൂപത്തിൽ നമ്മൾ എല്ലായിടത്തും അടിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഫോയിൽ നമ്മളവിടെ പതുക്കെ നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അതിൽ തന്നെ ഒട്ടിപ്പിടിക്കും. നമ്മൾ ഒരു ബ്രഷ് കൊണ്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ലൊരു മെറ്റാലിക് പെയിൻറ്റിനേക്കാളും നല്ല ഫീലിലാണ് കിട്ടുക. പിന്നെ നമ്മൾ ഈ ക്ലിയർ ഡ്രൈ ആയതിന് ശേഷം തട്ടിക്കളയുന്നതാണ് നല്ലത്. ഇത് വെറുതെ ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഡ്രൈ ആവാനൊന്നും നിന്നിട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഡ്രൈ ആയിട്ട് തട്ടുകയാണെങ്കിൽ നമുക്കിതിൻ്റെ എഡ്ജുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ പോവുള്ളൂ. കാരണം ഉണങ്ങി കഴിഞ്ഞാൽ അതിൽ നല്ലപോലെ പിടുത്തം വരും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഭാഗത്തു നിന്ന് മാത്രമേ പോവുള്ളൂ.